ഇന്ന് 1474 ദിവസം മൈൻഡ്ഫുൾനെസിന്റെ ഡിസംബർ 13, 2024. ഇന്നത്തെ ടോപ്പിക് ദ മെന്റൽ ട്രാപ്സ്. നമുക്ക് എന്താണെന്ന് നോക്കാം. മെന്റൽ ട്രാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ മലയാളം പരിഭാഷ എന്ന് പറയുന്നത് മാനസിക കെണികൾ അല്ലെങ്കിൽ മാനസികകൾ എന്നാണ്. എന്താണ് നാം പെട്ടിരിക്കുന്ന മാനസിക കുടുക്കുകൾ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇന്നത്തെ ഈ സെഷൻ ചിന്തിക്കാം. നമ്മളെല്ലാവരും തന്നെ ജനിക്കുന്നത് സർവതന്ത്ര സ്വതന്ത്രനായിട്ടും തുറന്ന മനസ്സോടെയും തുറന്ന ചിന്താഗതിക്കുള്ള ശേഷിയോടും കൂടിയാണ് ജനിക്കുന്നത്. അതിൽ ആർക്കും തർക്കമില്ല. വി ഡെവലപ്പ് വാൾസ് ആൻഡ് ലിമിറ്റ് അവർ സെൽസ്. നമ്മൾ എല്ലാവരും വളരുന്നതോടുകൂടി നമുക്ക് ചുറ്റും മതിലുകൾ പണിയും ആൻഡ് നമ്മളെ പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു, അല്ലെ? വി വെയർ മാസ്ക് ആൻഡ് പ്രൊക്ലെയിം ദിസ് ഈസ് ഹൂ ഐ ആം. നമ്മൾ ഓരോരുത്തരും പലതരം മുഖംമൂടികൾ വളരുന്നതിനനുസരിച്ച് നമ്മുടെ വളർച്ചയ്ക്ക് ആനുപാതികമായിട്ടുള്ള മുഖംമൂടികൾ അണിഞ്ഞുകൊണ്ട് ഞാൻ ഇതാണ്, ഞാൻ അതാണ്, ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇന്നതൊക്കെ ചെയ്യുന്നു എന്നുള്ള പല മുഖംമൂടികൾ അണിഞ്ഞുകൊണ്ട് നമ്മളെ പരിമിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആൻഡ് വി ഡിഫൈൻ വാട്ട് വി ക്യാൻ ഡു ആൻഡ് വാട്ട് വി കനോട്ട്. നമ്മൾ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അധികം ബോധവാന്മാരാണ്. കൂടുതലും എന്ത് ചെയ്യാൻ, എന്തൊക്കെ കഴിവുകൾ നമുക്ക് ഇല്ല എന്നുള്ളതിനെ കുറിച്ചായിരിക്കും നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്. We identify ourselves as BMI, body, mind and intellect, and never go beyond. അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടെന്നോ, ഈ മനുഷ്യനായി ജനിച്ചതിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളതിനെ കുറിച്ച് 99% ആൾക്കാരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അല്ലെങ്കിൽ വസ്തുത. അപ്പോൾ നമ്മളെ ഈ ബോഡി, ഞാൻ എൻ്റെ പുറമേ കാണുന്ന ശരീരമാണ്, എൻ്റെ മനസ്സാണ്, എൻ്റെ ബുദ്ധിയാണ് എന്നുള്ള ആ ഒരു പരിമിതമായ ചിന്തയിലേക്ക് ഒതുങ്ങുന്നു. ഇതിന്റെ എല്ലാം ഫലമായിട്ട് സംഭവിക്കുന്നത് എന്താണ്? വി ഓൺലി മേക്ക് എ ലിവിങ്, നോട്ട് എ ലൈഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ എപ്പോഴും ഒരു തട്ടിമുട്ടിയുള്ള ജീവിതമാണ്. എന്തുകൊണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ സുഖമാണ് എന്നുള്ള ഒരു ഒഴുക്കൻ മട്ടിലുള്ള പറച്ചിലാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം കെട്ടിപ്പടുക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അങ്ങനെ കെട്ടിപ്പടുക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ അതിനെ നമുക്ക് തടസ്സമാകുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ദ ഡിഫോൾട്ട് ആക്ഷൻ പ്രൊസീജിയർ. ഡിഫോൾട്ട് ആക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ ഒരു ആക്ഷൻ മോഡിലേക്ക് പോകുന്നതിന് നമ്മുടെ മനസ്സിൽ ഇല്ലെങ്കിൽ നമ്മുടെ പിന്നാമ്പുറത്ത് നടക്കുന്ന ചില സംഗതികളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് തിങ്കിങ്, പെർസെപ്ഷൻ അല്ലെങ്കിൽ പെർസീവിങ്, ആൻഡ് ദെൻ പ്രോസസിങ് ആൻഡ് ദെൻ റിയാക്ടിങ്. തിങ്കിങ് എന്ന് പറഞ്ഞാൽ ആലോചിക്കുക, അല്ലെ? നമ്മൾ ഏതൊരു കാര്യം തുടങ്ങുന്നതിനെ കുറിച്ചും ആ കാര്യത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കുക. അതിനെക്കുറിച്ച് നമ്മൾ ചില ധാരണകൾ ഉണ്ടാക്കും. പെർസെപ്ഷൻ അല്ലെങ്കിൽ പെർസീവിംഗ് എന്ന് പറയുന്നത് ധരിക്കുക എന്നുള്ളതാണ്, ധാരണകൾ. ആൻഡ് പ്രോസസ്, ആക്ഷൻ സ്റ്റെപ്സ് എടുക്കുന്നു. ആൻഡ് അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് റിയാക്ഷൻ ആണ്. റിയാക്ട്, നോട്ട് റെസ്പോണ്ടിങ്. ഇന്നലത്തെ ക്ലാസ്സിൽ ഉണ്ണികൃഷ്ണൻ സാർ നമുക്ക് പറഞ്ഞു തന്നു വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിയാക്ഷൻ ആൻഡ് റെസ്പോൺസ് എന്നുള്ളത്, അല്ലെ? റെസ്പോൺസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് എലിമെന്റ് ആണ് വരുന്നത്. റിയാക്ഷനിൽ അങ്ങനെയല്ല, പ്രതിപ്രവർത്തനം എന്ന് പറയും. അടിക്കടി ചെറിക്ക് മുറി പത്തൽ എന്ന് പറഞ്ഞു. പെർസെപ്ഷൻസ് ആർ അവർ റിയാലിറ്റി. നമ്മുടെ ധാരണകളാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരികൾ. അത് വസ്തുതയുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകണമെന്നില്ല. ആ ശരികളിലാണ് നമ്മൾ ഊന്നി നമ്മുടെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആൻഡ് പെർസെപ്ഷൻ ഈസ് ഹൈലി സബ്ജക്റ്റീവ്. നമുക്കറിയാം, പെർസെപ്ഷൻ എന്ന് പറയുന്നത് വ്യക്തികൾ മാറുന്നതനുസരിച്ച് നമ്മുടെ പെർസെപ്ഷൻസ് മാറുന്നു, സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് വീണ്ടും നമ്മുടെ ധാരണകൾ മാറുന്നു, സന്ദർഭങ്ങൾക്കനുസരിച്ച് നമ്മുടെ ധാരണകളെ മാറ്റുന്നു. ആൻഡ് പെർസെപ്ഷൻസ് പ്രിവെന്റ്സ് us ഫ്രം ഹാവിംഗ് എ ഹോളിസ്റ്റിക് ഔട്ട്ലുക്ക്. എ ഹോളിസ്റ്റിക് ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ മൊത്തത്തിലുള്ള ഒരു വിശകലനം നമുക്ക് അസാധ്യമായിട്ട് വരുന്നു. എന്തുകൊണ്ടാണ്? നമ്മൾ പലതിനെ കുറിച്ചും തെറ്റായ ധാരണകൾ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുകയാണ്. അത് നമ്മളെ കേജിലേക്ക് ആക്കുകയാണ്, നമ്മളെ പ്രിസൺ ചെയ്യുന്നു, നമ്മളെ കാരാഗ്രഹത്തിൽ അടക്കുകയാണ് ചെയ്യുന്നത്. വി പെർസീവ് ഓൾ സ്റ്റിമുലൈ ത്രൂ ബയസസ്. മാത്രമല്ല, നമ്മിലേക്ക് വരുന്ന സ്റ്റിമുലൈ എന്ന് പറഞ്ഞാൽ ഉത്തേജനം. നമ്മൾ അത് ചെയ്യണം, ഇത് ചെയ്യണം, അവിടെ പോകണം, ഇവിടെ പോകണം, ഇല്ലെങ്കിൽ ഇന്നത് നേടണം എന്നൊക്കെയുള്ള ചിന്തകൾ, ഇല്ലെങ്കിൽ എന്നൊക്കെയുള്ള ഉത്തേജനങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ വീക്ഷിക്കുന്നത് ഒരു തുറന്ന മനസ്സോടുകൂടിയും ഒരു ട്രാൻസ്പെയറന്റ് ആയിട്ടുള്ള ഒരു നേച്ചറിലല്ല നമ്മൾ വീക്ഷിക്കുന്നത്. മറിച്ച് ഒരു പക്ഷപാതപരമായിട്ട് അത് നല്ലതാണ്, ഇത് ചീത്തയാണ്, അത് കൊള്ളില്ല, ഇതിലൂടെയാണ് പോകേണ്ടത് എന്നുള്ള രീതിയിൽ എല്ലാം നമ്മുടെ ധാരണകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ബയസസ് ആണ്. ആൻഡ് ദീസ് ബയസസ് ആർ കുക്ക്ഡ് ബൈ 5 ഇന്റേണൽ വില്ലൻസ്. ഈ ബയസസിനെ നമ്മുടെ ഉള്ളിൽ വേവിച്ചെടുക്കുന്നത് 5 വില്ലന്മാരാണ്. ആ 5 വില്ലന്മാർ ആരൊക്കെ എന്നുള്ളതാണ് ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ആ വില്ലന്മാർ ആരാണെന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് അതിൽ നിന്ന് മോചനം നേടാൻ സാധിക്കൂ. ആൻഡ് വി ഫോൾ പ്രേ ടു ദീസ് വില്ലൻസ് whom we nurture and grow. ഇതിൽ ഏറ്റവും തമാശ എന്ന് പറയുന്നത്, നമ്മൾ ഈ വില്ലന്മാരെ തീറ്റി പോറ്റി വളർത്തുകയാണ് നമ്മുടെ ഉള്ളിൽ. എന്നിട്ട് നമ്മൾ അതിന്റെ ഇരയായി മാറിക്കൊണ്ട് അയ്യോ എനിക്ക് ജീവിതം നഷ്ടമായി, അല്ലെങ്കിൽ ജീവിതം എനിക്ക് വിജയിപ്പിക്കാൻ പറ്റിയില്ല, ഞാൻ അങ്ങനെ ആയിപ്പോയി, ഇങ്ങനെ ആയിപ്പോയി, ഒരു വലിയ പരാജയമായി പോയി എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കുകയാണ് ചെയ്യുന്നത്. ലൈഫ് ലോങ് വിക്ടിംസ് ഓഫ് ദിസ് വിഷ്യസ് സൈക്കിൾ ഓഫ് തോട്ട് പാറ്റേൺ.
ഈ ചിന്താ പദ്ധതി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് കാരണം നമ്മുടെ ജീവിതകാലം മുഴുവൻ ഇതിന്റെ ഈ വിഷമ വൃത്തത്തിനകത്ത് അകപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഇത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ ഒരു വിഷമ വൃത്തത്തിനകത്താണ് ജീവിതം തള്ളിക്കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ആരൊക്കെയാണ് ഈ വില്ലന്മാരെന്നുള്ളതിനെ കുറിച്ച് നോക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ വില്ലന്മാർ 5 വില്ലന്മാരെന്ന് പറഞ്ഞ് ഈ 5 വില്ലന്മാരെയും ചില ജന്തുക്കളുമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്തിയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മുടെ ഉള്ളില് ഒരു തവളയുണ്ട്. ഈ തവളയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയോ അറിയുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ തവള വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. തവളയുടെ സ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലിമിറ്റഡ് അവയർനെസ് ഓഫ് അവർ റിയൽ സെൽഫ് എന്നാണ് അതിന്റെ അർത്ഥം. അതായത് നമ്മുടെ കിണറ്റിലെ തവള എന്ന് പറയും അല്ലെ, ഫ്രോഗ് ഇൻ ദ വെൽ എന്ന് പറയും. അതുപോലെ നമ്മുടെ ഉള്ളിൽ ഈ തവള ഇരുന്നുകൊണ്ട് ഞാൻ യഥാർത്ഥത്തിൽ ആരാണ്, നമ്മൾ നേരത്തെ തുടങ്ങിയപ്പോൾ പറഞ്ഞു, നമ്മൾ ജനിക്കുമ്പോൾ സർവ്വതന്ത്ര സ്വാതന്ത്ര്യത്തോടു കൂടിയും പൂർണ്ണമായും ചിന്താശേഷിയുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. പക്ഷേ നമ്മുടെ ഉള്ളില് ഈ അഹംബോധം വളരുന്നതോടുകൂടി നമ്മൾ ഈ ഫ്രോഗ് കിണറ്റിലെ തവളയെ പോലെയാകും. ഞാൻ ഈ ബോഡി മൈൻഡ് ആൻഡ് ഇന്റലക്ട് എന്ന കോൺസെപ്റ്റിലേക്ക്, എന്ന പ്രിസണിലേക്ക് ഒതുങ്ങുന്നു. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതുപോലെ ആ ഹ്യൂമൻ നേച്ചർ എല്ലാം മാറും. അവിടെ നേരെ മറിച്ച് ഒരു സാമ്പത്തിക അസ്തിത്വത്തിനാണ് നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. എന്റെ ജയപരാജയങ്ങൾ, എന്റെ ഭൗതിക നേട്ടങ്ങൾ, എന്റെ വിജയങ്ങൾ, എന്റെ തോൽവികൾ, എന്റെ ആസ്തി ബാധ്യതകൾ, ലാഭനഷ്ടങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ എന്നെ വിലയിരുത്തുന്നതും സമൂഹം എന്നെ വിലയിരുത്തുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഹ്യൂമൻ നേച്ചറിനെ പൂർണ്ണമായും നിരാകരിക്കും. മറിച്ച് ഞാൻ ഈ അഹംബോധമാണ്, ഞാനെന്ന് പറയുന്ന ഇന്ന വ്യക്തിയാണ്, ഇന്ന ആളാണ് എന്ന ചിന്തയിലേക്ക് നമ്മൾ ഒതുങ്ങുന്നു. അതോടുകൂടി ഈ അഹംബോധം ഇല്ലെങ്കിൽ നമ്മളുടെ ഉള്ള ആ ഈശ്വരീയതയുടെ സ്പാർക്ക് നമ്മിൽ അപ്രത്യക്ഷമായി തുടങ്ങുന്നു, കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ആ ഈശ്വരീയത നമ്മളോട് സംസാരിക്കുന്നുണ്ട്, ഇന്നർ വോയിസ്. ആ ഇന്നർ വോയിസ് നമുക്ക് കേൾക്കാനുള്ള ശേഷി ഇല്ലാതെ കുറയുന്നു. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ഒരു എലിയാണ്. എലിക്ക് മാളം കെട്ടി താമസിക്കാനും നമ്മൾ അവസരം കൊടുക്കുന്നുണ്ട്. ഈ എലിയുടെ സ്വഭാവം ഇല്ലെങ്കിൽ എലിയുടെ സ്വഭാവ ഗുണം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഭീതി, ഭയം, എപ്പോഴും ഒരു സംശയ ദൃഷ്ടിയാണ്. അതിങ്ങനെ ഓരോ മൂലയിലും പോയിട്ട് ഇങ്ങനെ ഒളിച്ചൊളിച്ചാണ് അതിന്റെ നീക്കങ്ങളെല്ലാം അല്ലെ. ഇതുപോലെ ഒരു എലി നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോൾ, ഏതൊരു പ്രോജക്റ്റ് എടുക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ അടിസ്ഥാനപരമായിട്ട് നിൽക്കുന്ന ഭീതിയാണ്. ഇത് എന്നെ കൊണ്ട് പറ്റുമോ? ഈ എലി നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, ഇത് എന്നെ കൊണ്ട് പറ്റുമോ? നിനക്കിത് അസാധ്യമാണ്, നിനക്ക് ഇതിനുള്ള കഴിവില്ലല്ലോ, നിന്നെ കൊണ്ട് ഇത് പരാജയപ്പെട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക, നിന്നെ കൊണ്ട് ഇത് വിജയിപ്പിക്കാൻ സാധ്യമാകുമോ? ഇത്തരം ചോദ്യങ്ങൾ എലി നിരന്തരം നമ്മുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ചിന്താശേഷി, നേരെ ചിന്തിക്കാനുള്ള കഴിവ്, ഫോക്കസ്ഡ് ആയിട്ട് ആക്ഷൻ എടുക്കാനുള്ള കഴിവ്, ഇതിനെല്ലാം കാർന്നു തിന്നുകയാണ്. ഇതിന്റെ ഫലമായിട്ട് നമ്മുടെ ഉന്മേഷം നശിക്കുന്നു, നമുക്ക് ആത്മധൈര്യം ഇല്ലാതെയാകുന്നു, നമ്മൾ ഒന്നും ചെയ്യാതെയാകുന്നു, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ പരാജയപ്പെടുന്നു. അതാണ് രണ്ടാമത്തെ വില്ലൻ. എലിയും തവളയും മാത്രമല്ല, സിംഹരാജനായിട്ട് കാട്ടിലെ രാജാവായിട്ടുള്ള, മൃഗരാജാവായിട്ടുള്ള സിംഹത്തെയും നമ്മൾ തീറ്റിപ്പൂട്ടി വളർത്തും. ഇയാളാണ് ഏറ്റവും കൗശലക്കാരനായ വില്ലൻ. ഇയാളുടെ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ അഹംബോധമാണ്. ഈ ബോഡി മൈൻഡ് ആൻഡ് ഇന്റലക്ട് എന്നുള്ളത് നമ്മൾ ഊട്ടിയുറപ്പിക്കുകയാണ് ഇയാൾ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇന്ന ആളാണ്, ഞാൻ അശോകാണ്, ഞാനൊരു വക്കീലാണ്, എന്റെ പ്രൊഫഷൻ ഇതാണ്, എനിക്ക് ഇന്ന ഇന്ന ആൾക്കാരുമായിട്ട് എന്റെ സുഹൃത്തുക്കളാണ്, എന്റെ ബന്ധുക്കളാണ് എന്നുള്ള ചിന്തയിലേക്ക് എന്നെ വളർത്തി വലുതാക്കി ഞാൻ അതാണ് ഇതാണ് എന്നുള്ള ധാരണയിൽ എന്നെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നു. എന്നിട്ട് എന്നോട് എപ്പോഴും ഈ ലയൺ എന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് എന്നോട് ഗർജിക്കുകയാണ്, നീ അത് ചെയ്യ്, നീ ഇത് ചെയ്യ്, ഞാൻ പറയുന്ന അനുസരിക്ക്, നീ എന്റെ മാർഗമാണ് ശരി, നീ ചിന്തിക്കുന്നത് തെറ്റാണ്. ഇത്തരത്തിലുള്ള സൂചനകൾ, ഇത്തരത്തിലുള്ള ഗർജനങ്ങളാണ് എനിക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ഗർജനങ്ങളുടെ ഫലമായിട്ട് ഈ സിംഹഗർജനവും ഉറഞ്ഞു തുള്ളലും, എന്റെ ഈഗോയുടെ ഉറഞ്ഞു തുള്ളലും സിംഹഗർജനവുമായിട്ട് എന്റെ ജീവിതം മാറുന്നു. ഇതോടെ എന്താ സംഭവിക്കുന്നത്? ഞാൻ കെട്ടിപ്പടുക്കുന്ന ബന്ധങ്ങളൊക്കെ വഷളാകുന്നു, സമൂഹത്തിൽ ഞാൻ ഒറ്റപ്പെടുന്നു, ക്രൗര്യം, ധാർഷ്ട്യം, അസഹിഷ്ണുത, അസംതൃപ്തി, ഇതൊക്കെ എന്റെ മുഖമുദ്രയായിട്ട് മാറും. ഇതെന്റെ സ്വഭാവ ഗുണങ്ങളാകും. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇതിനെ ഈ തരത്തിലുള്ള ഈ 3 വില്ലന്മാരെ തീറ്റിപ്പോറ്റിക്കൊണ്ട് പോകുമ്പോൾ നമ്മൾ എല്ലാത്തിനും പ്രതിപ്രവർത്തനമാണ് ചെയ്യുന്നത്, പ്രതികരിക്കുകയല്ല ചെയ്യുന്നത്. പോസിറ്റീവ് എലിമെന്റോട് കൂടി കാര്യങ്ങളെ യഥാസ്ഥിതി വിശകലനം ചെയ്തിട്ടല്ല ചെയ്യുന്നത്. വില്ലൻ എന്ന് പറയുന്നത് ഒരു പട്ടിയാണ്. ഈ പട്ടിയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു നായക്കുട്ടിക്ക് ഒരു എല്ലും കഷ്ണം കിട്ടിയാൽ എന്താ ചെയ്യുക? അത് സ്ഥിരമായി കടിച്ചുകൊണ്ടിരിക്കും അല്ലെ. കടിച്ച് ആ എല്ല് കഷ്ണം അതിന്റെ നാവിൽ മുറിവുണ്ടാക്കിയിട്ട് അതിന്റെ രക്തം തിരിഞ്ഞു തുടങ്ങും. ആ രക്തം അത് സ്വാദോടുകൂടി നുണഞ്ഞിറക്കും. എന്നിട്ട് ഇതുമാതിരിയാണ് നമ്മൾ ഈ പറയുന്ന അഹംബോധം, ഈ എന്താണ് ലിമിറ്റഡ് അവയർനെസ് ഓഫ് അവർ റിയൽ സെൽഫ്, ഫിയർ, ഇത് മൂന്നും കൂടെ ചേർന്നിട്ട് ഈ ഡോഗിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മൾ അതിനോട് മമതാ ബന്ധവും കൂടെ കൂട്ടിച്ചേർക്കും. അറ്റാച്ച്മെന്റ് എന്ന് പറയും. ഈ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ചിലതിനോട് ഇഷ്ടം, ചിലതിനോട് അനിഷ്ടം, രാഗവും ദേഷ്യങ്ങളും ചേർക്കുക എന്ന് പറയും. അപ്പോൾ എനിക്ക് ചില ആൾക്കാരോട്, ചില വ്യക്തികളോട് ഇഷ്ടമാണ്, ചിലർ എന്റെ ശത്രുക്കളാണ്, മറ്റുള്ളവർ മിത്രങ്ങളാണ്. ഇതുപോലെ തന്നെ ഞാൻ ഇടപഴകുന്ന എല്ലാ കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതി ഞാൻ കെട്ടിപ്പടുക്കുന്നതോടുകൂടി നമ്മുടെ ജീവിതം ഈ നായക്കുട്ടിക്ക് സമാനമാകും. നമ്മൾ സ്വയം കടിച്ചു കുടിക്കുന്ന രക്തം
നമ്മൾ ഈറ്റി ഇല്ലെങ്കിൽ നുണഞ്ഞിറക്കുന്നത് നമ്മൾ ആസ്വദിച്ചുകൊണ്ട് കഴിയുന്നതാണ് നമ്മൾ വളർത്തുന്ന ഈ മമതാബന്ധം എന്ന് പറയുന്നത്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു കാളക്കൂറ്റിനെയും കൂടെ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ ഈ നാല് വില്ലന്മാരും കൂടെ ചേർന്നിട്ട് ഈ കാളക്കൂറ്റനിലേക്ക് നമ്മൾ എത്തുമ്പോഴത്തേക്കും നമ്മളൊരു ഡോമിനന്റ് മൈൻഡ് എന്ന് പറയും, ആധിപത്യ മനോഭാവം. ഞാനാണ് സർവം, ഞാനാണ് എല്ലാം, എന്നിൽ കവിഞ്ഞ ഒന്നുമില്ല, എന്റെ ലോകം, എന്റെ തീരുമാനം, എന്റെ വിജയം, എന്റെ നഷ്ടം, ഇതെല്ലാം എനിക്ക് മാത്രമാണ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി സെൽഫ് സെന്റേർഡ്, സെൽഫ് ഫോക്കസ്ഡ് ആയിട്ട് മാറുന്നു. മറ്റുള്ളവരെ അംഗീകരിക്കാനോ സൽപ്രവർത്തികളെ അംഗീകരിക്കാനോ മറ്റുള്ളവരുടെ നേട്ടങ്ങൾക്ക് മാന്യത കൊടുക്കാനോ ഒന്നും നാം തയ്യാറാകുന്നു. എന്റേത് മാത്രം, മീ മൈൻ കോൺസെപ്റ്റിലേക്ക് ചുരുങ്ങി നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ നമ്മൾ താറുമാറാക്കി നമ്മൾ ഒരു കാരാഗ്രഹത്തിനകത്ത് ഈ 5 കാരാഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ ഗംഭീരമായിട്ട് പണിത് വെച്ചുകൊണ്ട് ഇതിനകത്തിരുന്നു കൊണ്ടാണ് നമ്മൾ ജീവിതത്തെ വീക്ഷിക്കുന്നതും ജീവിതത്തെ അപ്രോച്ച് ചെയ്യുന്നതും ജീവിതം കെട്ടിപ്പടുന്നത്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഹോളിസ്റ്റിക് അപ്രോച്ചോടുകൂടിയുള്ള ജീവിതം സാധ്യമാകുന്നില്ല. തൽഫലമായി നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ ജീവിതം തന്നെയാണ്. അപ്പോൾ വില്ലൻസ് ഒന്നുകൂടെ നമുക്ക് റിക്കളക്ട് ചെയ്യാം. ഒന്നാമത്തത് ലിമിറ്റഡ് അവയർനെസ് ഓഫ് ദ റിയൽ സെൽഫ്. യഥാർത്ഥത്തിൽ ഞാൻ ആരാണ്, എന്റെ സ്വരൂപം എന്താണ്, എന്റെ ഉള്ളിൽ ഉണ്ട് ആ ശക്തി എന്താണെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ശേഷിയേ ഇല്ല. അസാധ്യമായ അപരിമയമായ ശക്തിയാണ് എന്റെ ഉള്ളിലുള്ളത്. നമുക്ക് സ്പേസിലേക്ക് പോകാൻ കഴിയുന്നുണ്ട്, നമ്മൾ വിമാനം പറപ്പിക്കാൻ കഴിയുന്നുണ്ട്, അല്ലെ? അപ്പൊ നമ്മുടെ ഉള്ളിൽ ശക്തി ഇല്ലാഞ്ഞിട്ടല്ല, ഇതെല്ലാം നമുക്ക് ഉണ്ടെങ്കിലും എന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ ഒതുങ്ങിക്കൂടുകയാണ്. റിയൽ സെൽഫിനെ കുറിച്ചുള്ള ബോധമില്ലാതെ പോകുന്നു, അവബോധമില്ലാതെ. രണ്ടാമത്തത് ഫിയർ. 3 ഈഗോ, അഹങ്കാരം, അഹംബോധം. അറ്റാച്ച്മെന്റ്, മമതാബന്ധം, രാഗവും ദ്വേഷവും ചേർന്നിട്ടുള്ള മമതാബന്ധം, ഡോമിനന്റ് മൈൻഡ്. ഇത് ഇത്രയും കൂടെ ചേരുമ്പോൾ ഡോമിനന്റ് മൈൻഡ് എന്ന് പറയുമ്പോൾ ആധിപത്യ മനോഭാവം. ഈ ആധിപത്യ മനോഭാവം ആകുമ്പോഴാണ് സർവ്വവും ഞാനാണ്, സർവ്വവും എന്നിലേക്ക് ഒതുങ്ങുന്നു, ഞാൻ എന്റെ തീരുമാനങ്ങളാണ് നടപ്പിലാക്കേണ്ടത്, വീട്ടിലായാലും ഓഫീസിലായാലും സമൂഹത്തിലായാലും എന്ന ചിന്ത വരുന്നതോടുകൂടി ജീവിതം ആകെ മൊത്തം താറുമാറായി. അശാന്തിയും അസമാധാനവും എനിക്ക് മാത്രമല്ല എന്നോടൊപ്പം നിൽക്കുന്നവർക്കെല്ലാം ഞാൻ ഇത് തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് ഉണ്ടാകുന്ന ആ വിഷ്യസ് സൈക്കിൾ എന്നാണ് നമ്മൾ ആദ്യം തുടങ്ങിയത്, ആ ഒരു വിഷമവൃത്തം. അതിന്റെ കാരണങ്ങൾ ഇതൊക്കെയാണ്. അതായത് വി ആർ നോട്ട് അവെയർ ഓഫ് ദീസ് വില്ലൻസ് ലർക്കിംഗ് ഇൻസൈഡ് അസ്. നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ തീറ്റിപ്പോറ്റുന്ന ഈ വില്ലന്മാരെ കുറിച്ച് നമ്മൾ ഒട്ടും തന്നെ ബോധവാന്മാരാകുന്നില്ല. ഫോർച്ചുനേറ്റ്ലി ജീവിതത്തിന്റെ അവസാന കാലത്ത് എത്തുമ്പോൾ പോലും നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് മനുഷ്യജന്മം എടുത്തിട്ട് നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദുരന്തം. ദീസ് വില്ലൻസ് ക്രിയേറ്റ്സ് ട്രാപ്സ് ആൻഡ് കേജസ് ഓർ ഇന്നർ സെൽഫ്. നമ്മുടെ ആ റിയൽ സെൽഫിനെ പ്രിസണിനകത്താക്കുകയാണ്, കാരാഗ്രഹത്തിൽ അടച്ചു പൂട്ടുകയാണ് ഈ വില്ലന്മാരെല്ലാരും കൂടി ചേർന്നിട്ട്, ഈ 5 വില്ലന്മാരും കൂടെ ചേർന്നിട്ട്. ദ ഹീറോ, ദ റിയൽ സെൽഫ് വിത്തിൻ us ഈസ് സൈലൻസ്. അതിന്റെ ഫലമായിട്ട് എന്ത് പറ്റുന്നു? എന്റെ ഉള്ളിലെ ഞാൻ എന്ന് പറയുന്ന ആ ബോധസത്യത്തിന്റെ ശബ്ദം, ഉള്ളിൽ നിന്നും കിട്ടുന്ന ഇന്നർ വോയിസ്, ആ ഇൻസൈറ്റ് എനിക്ക് നഷ്ടമാകുന്നു. അത് മന്ത്രിക്കുന്നുണ്ട്, നീ അത് ചെയ്യും, നീ ഇത് ചെയ്യും, ഇല്ലെങ്കിൽ നീ അങ്ങനെയല്ല ചെയ്യേണ്ടത്, നിനക്കത് ശരിയല്ല എന്നുള്ള ഒരു ചെറിയ മന്ത്രണ എന്റെ ഉള്ളിലുണ്ട്. പക്ഷെ എന്നിൽ അഹംബോധം വളർന്ന് ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്ട് എന്ന കൂട്ടായ്മയിലേക്ക് ഞാൻ ഒതുങ്ങുന്നതോടെ ഈ ശബ്ദം പതിയെ മെല്ലെ ഇല്ലാതെയാണ്. തൽഫലമായിട്ട് ഞാൻ ഈ ബോഡി, മൈൻഡ്, ഇന്റലക്റ്റുമായിട്ട് പൂർണ്ണമായും താതാത്മ്യം പ്രാപിക്കുകയും അതിനനുസരിച്ച് ഞാൻ എന്റെ ജീവിതത്തിൽ ആടിത്തിമിർക്കുകയും കരഞ്ഞു നിലവിളിക്കുകയും സന്തോഷം കൊണ്ട് കുറച്ചു സമയം തുള്ളിച്ചാടുകയും ഒക്കെ ചെയ്തിട്ട് ജീവിതം വൃഥാ പാഴാക്കി കളയുകയാണ് ചെയ്യുന്നത്, മനുഷ്യജന്മം ലഭിച്ചിട്ട്. The evils we complain about in the outside world is the creation of the LFEAD team inside us. നേരത്തെ പറഞ്ഞ ഈ ഫ്രോഗ്, ഈ പറഞ്ഞ ജന്തുക്കളുമായി താരതമ്യപ്പെടുത്തിയ ഈ LFEAD ടീം എന്ന് പറയുന്ന വില്ലന്മാരെല്ലാം കൂടെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുമ്പോൾ, പക്ഷെ നമ്മൾ പറയുന്നത് എന്താണ്? പുറമേയുള്ള കാരണങ്ങളാണ് നമ്മുടെ ജീവിതം താറുമാറാകാൻ കാരണമായത്, അല്ലെങ്കിൽ പുറമേയുള്ള സംഗതികളാണ്, പുറമേയുള്ള ആൾക്കാരാണ്, പുറമേയുള്ള ലോകമാണ്, നമ്മുടെ രാഷ്ട്രീയ നേതാക്കളാണ്, നമ്മുടെ രാഷ്ട്രത്തിന്റെ സ്ഥിതി ഇങ്ങനെ ആയതുകൊണ്ടാണ് എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ പലരിലും നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുടെയും പഴി മുഴുവൻ മറ്റുള്ളവരിലേക്ക് ചാർത്താനാണ് നമുക്ക് എപ്പോഴും സൗകര്യവും എളുപ്പവും. പക്ഷെ ആക്ച്വലി നമുക്ക് പണിയുന്നത് നാം നമുക്ക് പണിയുന്നു, നാഗവും നരകവും എന്ന് പറഞ്ഞതുപോലെ നമുക്ക് നരകം പണിയുന്നത് നാം തന്നെയാണ്. ഈ 5 വില്ലന്മാരെ നമ്മൾ തീറ്റിപ്പോറ്റി വളർത്തുന്നതുകൊണ്ടാണ് നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങളും നമുക്കുണ്ടാകുന്ന ദുരിതങ്ങളും. അത് മനസ്സിലാകാതെ മറ്റുള്ളവരെ പഴി പറഞ്ഞുകൊണ്ട് കാര്യമില്ല. Limited self-awareness is the root cause for all other villains and reactions become the new normal. ഇതിന്റെ എല്ലാം ഫലമായിട്ട് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിമിറ്റഡ് സെൽഫ് അവയർനെസ് ആണ് ഇതിന്റെ ഏറ്റവും മൂല കാരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമേറിയ വില്ലൻ എന്ന് പറയുന്നത്. ഞാൻ ആരാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള അവബോധം ഇല്ലാതെ പോകുന്നത് കൊണ്ടുണ്ടാകുന്ന ദുരിതങ്ങളാണ്. അതിൽ നിന്നുണ്ടാകുന്ന മറ്റു വില്ലന്മാരും കൂടെ കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന ജീവിതത്തിന്റെ പരാജയമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഇതിനെല്ലാം ഫലമായിട്ട് നമ്മൾ നേരെ റെസ്പോൺസ് അല്ല വരുന്നത്, എല്ലാത്തിലും റിയാക്ഷൻസ് ആണ് വരുന്നത്. റിയാക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് കിട്ടുന്നില്ല. ഹോളിസ്റ്റിക് അപ്രോച്ച് ഇല്ലാതെ
നമ്മൾ ഓരോന്നിനോട് പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പ്രതിപ്രവർത്തനം നടത്തുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ തിരിച്ചടികൾ നമ്മിലേക്ക് വരും. ആ തിരിച്ചടികൾ നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ട് വരും. അതിൽ കൂടുതലും ഏറിയതും തിരിച്ചടികൾ വേദന ജനിപ്പിക്കുന്നതാണ്. നല്ല തിരിച്ചടികൾ ഇല്ലെങ്കിൽ നല്ലതുപോലെ ഉള്ള സമ്മാനങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നില്ല. ഇതാണ് ഇതിന്റെ ആകെ മൊത്തത്തിലുള്ള ഈ വിഷ്യ സൈക്കിളിൽ പെട്ടുപോയാൽ ഉണ്ടാകുന്ന നമ്മുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ. ഇന്നലെ നമ്മൾ പഠിച്ചത്, അതായത് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ള സ്റ്റേജിനെ കുറിച്ച് അല്ലെ, നോട്ടീസ് സ്റ്റേജിൽ നിന്നും നമ്മൾ ബീയിങ് സ്റ്റേറ്റിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതിന് ഇന്നലെ പഠിച്ചതിന്റെ അനുബന്ധമായിട്ട് ഈ പാഠങ്ങളെയും കൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ വില്ലന്മാരെയും കൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം കുറച്ചും കൂടെ ഭംഗിയാർന്നതാക്കാൻ കഴിയും. മെഡിറ്റേഷനിലേക്ക് നീങ്ങും.